إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ولقد أرسلنا إلى من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സർവ്വലോകരക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസീത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിന് പൂർണ്ണമായും കീഴൊതുങ്ങിയ ഒരു ജീവിതം ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞാൻ നിങ്ങളുമൊക്കെ. അതിനായി നമ്മുടെ പ്രതീക്ഷകളെയും നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ ഇച്ഛാശക്തിയെയും നമുക്ക് നൽകിയിട്ടുള്ള എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിനെയെല്ലാം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി പരിവർത്തിപ്പിക്കാൻ നാം ഏവരും സദാ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇങ്ങനെ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ എല്ലാ സമയത്തും സന്തോഷം ലഭിക്കുന്ന, അതിൽ അഭിരമിക്കുന്ന ആളുകളല്ല നമ്മൾ. ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ സമയമേ പലപ്പോഴും അത് ഉണ്ടാവാറുള്ളൂ. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ രൂപത്തിലുള്ള പ്രയാസങ്ങളോ വേദനകളോ ഒക്കെ നമുക്ക് സംഭവിക്കാം. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. എല്ലാ സങ്കടത്തിനുമപ്പുറം വീണ്ടും ഒരു പ്രയാസവും ഒരു എളുപ്പവുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഉണ്ടായ സങ്കടവും ഒരുപാട് സമയം നിലനിൽക്കുന്ന ഒന്നല്ല, ശേഷം അതിനുമപ്പുറം ഒരു സന്തോഷം വരാനുണ്ട്. ഇങ്ങനെ സന്തോഷവും സങ്കടവും സന്തോഷ സന്താപ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതമെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇതിനർത്ഥം നമുക്ക് ഏവർക്കും ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. ഇവിടെ ചിലപ്പോൾ നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ചില സങ്കടങ്ങൾ ഉണ്ടാവും, വീണ്ടും സന്തോഷം വരാം, വീണ്ടും സങ്കടം വരാം. ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥയിലാണ് അള്ളാഹു മനുഷ്യരെ ആകമാനം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ വേദനകളെ പറ്റി ചിന്തിച്ച് നോക്കുമ്പോൾ നാം ഏവരും ആലോചിക്കേണ്ട ഒരു വിഷയം, നിരന്തരമായി നമ്മൾ അനുഭവിക്കാറുള്ള ഈ സങ്കടങ്ങളും വേദനകളും ഇതിനെ ഏത് രൂപത്തിലാണ് നാം നോക്കിക്കാണാറുള്ളത്? വേദനകൾ അതൊരു അനുഗ്രഹമായിക്കൊണ്ടാണോ അല്ലെങ്കിൽ അതൊരു ശിക്ഷയായിക്കൊണ്ടാണോ നമ്മൾ നോക്കിക്കാണാറുള്ളത്? എന്തെങ്കിലും ഒരു പരീക്ഷണം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേക്കും അതിൽ ജീവിതത്തിൽ എല്ലാം തകർന്നടിഞ്ഞു എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് പലപ്പോഴും മനുഷ്യർ പോകുന്നത് കാണാൻ സാധിക്കും. വേദനകൾ പല രൂപത്തിലുണ്ടാവാറുണ്ട്.
ശാരീരികമായി നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ജുമാക്ക് ഒരു അരമണിക്കൂർ നമുക്ക് മുട്ടുമടക്കി ഇരിക്കുക എന്നത് പലർക്കും പ്രയാസമുള്ള ആളുകൾ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് തുടങ്ങി ക്യാൻസർ അതിന്റെ 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ വേദന സംഹാരികളിൽ മാത്രം അഭയം പ്രാപിക്കുന്ന ഒരുപാട് ആളുകളെയും കാണാൻ സാധിക്കും. ഇനി മാനസികമായിട്ടുള്ള പ്രയാസങ്ങളാണെങ്കിൽ ചെറിയ ചില കുത്തുവാക്കുകൾ പോലും പലർക്കും പല രൂപത്തിലുള്ള വേദനകൾ ഉണ്ടാക്കാറുണ്ട്. അതിൽ നിന്ന് തുടങ്ങി ഏറ്റവും ഉറ്റവരായ കൂടപ്പിറപ്പുകളായ ആളുകൾ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനകളും മനുഷ്യനെ വല്ലാതെ ബാധിക്കാറുണ്ട്. ഇങ്ങനെ നിരന്തരം വേദനകൾ നമുക്കുണ്ടായി വരുമ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന അവരുടെ ഒരു വീക്ഷണ കോണ് എന്നത് ഇത്തരത്തിൽ നിരന്തരം വേദനകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ എൻ്റെ ജീവിതം ഭയങ്കരമായ പ്രയാസത്തിലാണ്, എപ്പോഴും കഷ്ടം മാത്രമാണ്, പ്രയാസങ്ങൾ മാത്രമാണ്, ഈ ഒരു നശിച്ച വേദന, ഇതെന്തൊരു ശാപമാണ് ഈ വേദന എന്ന് തുടങ്ങിയിട്ടുള്ള ശാപവാക്കുകൾ പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും വേദന മാത്രമാണ് അള്ളാഹു നൽകാറുള്ളത്, അള്ളാഹു എന്തുകൊണ്ടാണ് ഇത്ര കാരുണ്യവാനാണെന്നൊക്കെ പറയുമെങ്കിലും എന്തുകൊണ്ടാണ് അള്ളാഹു എന്നോട് മാത്രം ഇത്ര ക്രൂരത കാണിക്കുന്നത് എന്ന് പറയുന്ന രൂപത്തിലേക്ക് അവരുടെ വിശ്വാസത്തിൽ പോലും വലിയ രൂപത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കാൻ ഇത്തരം പ്രയാസങ്ങൾ കാരണമാവുന്ന അവസ്ഥ കാണാറുണ്ട്. ഇനി വേറെ ന്യൂനപക്ഷം കുറച്ച് ആളുകൾ, അവർ പലപ്പോഴും ജീവിതത്തിലൊരു പ്രയാസം ഉണ്ടാകുമ്പോഴേക്കും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം അവസാനിച്ചു, എൻ്റെ ജീവിതത്തിൽ ഇനി പ്രയാസങ്ങൾ മാത്രമേ സംഭവിക്കാനുള്ളൂ, ഇനി ഒന്നും എനിക്ക് കരകയറാൻ കഴിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു മുഴം കയറിൽ തൻ്റെ ജീവൻ ഒടുക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ സങ്കടങ്ങളെ, പ്രയാസങ്ങളെ നോക്കിക്കാണുമ്പോൾ നാം ചിന്തിക്കേണ്ടത് വേദന എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമോ? വേദന എന്നാൽ എപ്പോഴും നമുക്കൊരു ശിക്ഷയാകുന്ന, പ്രയാസമാകുന്ന ഒരു സംഗതി മാത്രമാണ് എന്നുള്ളതാണ്. അല്ല എന്നുള്ളതാണ് ഉത്തരം. സാധാരണ ഒന്ന് ആലോചിച്ചു, വേദന ഇല്ലാത്തൊരു ലോകം, ശാരീരികമായിട്ടുള്ള വേദന മാത്രം എടുത്ത് നോക്കാം. വേദന ഇല്ലാത്തൊരു ലോകത്ത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇന്ന് രാവിലെ നടക്കുന്ന വഴിയിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കൈകാലുകളിൽ ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവ് അത് നമ്മൾ അറിയുന്നില്ല എങ്കിൽ, അതിൻ്റെ വേദന നമ്മൾ അറിയുന്നില്ല എങ്കിൽ അതിലൂടെ ഒഴിച്ചു പോകുന്ന രക്തം അതൊരിക്കലും നിൽക്കുന്നുണ്ടാവില്ല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ രക്തം മുഴുവൻ വാർന്നു പോകുന്നൊരു സാഹചര്യം ആലോചിച്ചുകൊണ്ട് ഇത് മാറ്റിയിരുത്താം. നമ്മുടെ വീട്ടിലെ ചെറിയൊരു കുട്ടി, ആ കുട്ടി ഒരുപക്ഷെ ഒരു മെഴുകുതിരിയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ അതിൽ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും എന്ന് മനസ്സിലാക്കി ആ വേദന തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതിൽ നിന്ന് കൈയെടുക്കാറുള്ളത്. എന്നാൽ തൊട്ട് കഴിഞ്ഞിട്ടും പൊള്ളാത്ത രൂപത്തിൽ തീരെ നമുക്ക് യാതൊരു വേദനയും ഇല്ലാത്ത ഒന്നാക്കി മാറ്റുകയാണെങ്കിൽ ശരീരം ഈ കോലത്തിൽ ഉണ്ടാവുമോ? എത്ര ഭീകരമായിരിക്കും ആ അവസ്ഥ. വേദന എന്നത് ഒരു പരിധിവരെ നമുക്കെല്ലാം അനുഗ്രഹമാണ് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി ചരിത്രത്തിൽ കാണാൻ കഴിയും, ഡോക്ടർ പോൾ ബ്രാൻഡ്, ബ്രിട്ടീഷ് സർജനായിരുന്നു അദ്ദേഹം ഒരുപാടധികം ഗവേഷണം അദ്ദേഹം ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് ലെപ്രസി രോഗികൾ അല്ലെങ്കിൽ കുഷ്ഠരോഗം ബാധിച്ച രോഗികളെ പരിചരിക്കുന്നതിലായിരുന്നു. അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാടധികം സേവനങ്ങൾ ചെയ്ത, അവരെ നന്നായി പഠിച്ച് മനസ്സിലാക്കി ഗവേഷണം ചെയ്ത് റിസർച്ച് ചെയ്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. കുഷ്ഠരോഗികൾക്ക് പ്രത്യേകത ഉണ്ട്. അവരുടെ ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ അവർക്ക് തൊട്ട് കഴിഞ്ഞാൽ ആ തൊട്ടത് അറിയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവാം. ഒരു വേദനയും അറിയാത്ത രൂപത്തിലേക്ക് അവരുടെ ശരീരം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇദ്ദേഹം ഇവരെ പറ്റി പല രൂപത്തിലുള്ള പഠനങ്ങൾ നടത്തി. ഇന്ത്യയാണ് കുഷ്ഠരോഗത്തിന് ഏറ്റവും പേരുകേട്ട രാജ്യം എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വന്ന് കുറെ പഠനങ്ങൾ നടത്തി. ഇന്ത്യയിൽ അദ്ദേഹം എത്തിയപ്പോൾ ഒരു വിചിത്രമായ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായി. ഒരു കുട്ടി അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വന്നൊരു പരാതി പറയാണ്, സാർ എനിക്കൊരു പ്രശ്നമുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും ഇപ്പോൾ കുറച്ചായിക്കൊണ്ട് എൻ്റെ ശരീരത്തിലെ പല ഭാഗങ്ങളും മുറിഞ്ഞു പോകുന്ന, വിണ്ട് കീറി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട് എൻ്റെ വിരലിന്റെ അഗ്രഭാഗങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്ന, അതെല്ലാം കട്ട് ചെയ്തു പോകുന്ന ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്താ അതിനൊരു പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ ഈ കേസ് അദ്ദേഹത്തിന് വിചിത്രമായി തോന്നി. അങ്ങനെ ഈ കുട്ടിയെ പറ്റി നന്നായി ഗവേഷണം ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ഈ കുട്ടിയെ നിരീക്ഷണത്തിനായി ഒരു ദിവസം അവിടെ പാർപ്പിക്കുകയും ചെയ്യാണ്. അങ്ങനെ ഈ കുട്ടി താമസിക്കുന്ന സ്ഥലത്ത് പോയി ഈ കുട്ടിയെ ഉറങ്ങുന്ന സമയത്ത് കൃത്യമായി എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ഈ പ്രശ്നം കുട്ടി പറയുന്നത്. അപ്പൊ രാത്രി എന്താണ് ഈ കുട്ടിക്ക് ഉണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടി ഈ കുട്ടിയെ നിരീക്ഷിക്കാൻ വേണ്ടി ആ റൂമിൽ കിടത്തുകയാണ്. ഈ കുട്ടി കിടന്നുറങ്ങിയതിന് ശേഷം വാതിൽ കുറ്റിയിട്ട് ലൈറ്റൊക്കെ ഓഫാക്കിയതിനു ശേഷം ഇവർ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം, ആ റൂമിലേക്ക് ഒരു എലി നുഴഞ്ഞു കയറാണ്. ആ എലി കയറിക്കൊണ്ട് ഈ കുട്ടിയുടെ കൈകളും കാലുകളും ശരീരത്തിലെ പല ഭാഗങ്ങളും കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി അതൊന്നും അറിയുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് എൻ്റെ ശരീരത്തിലെ കുറെ ഭാഗങ്ങൾ ഇതുപോലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കുട്ടി അറിയുന്നത്. എലിയാണ് കാരണക്കാരെന്ന് ഈ കുട്ടിക്ക് അറിയില്ല. ഇദ്ദേഹം ശരിക്കും അതിശയിച്ചു പോയി. സ്വന്തം ശരീരത്തെ ഒരു എലി കാർന്നു തിന്നുന്ന കാര്യം ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് വേദന എന്ന ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആലോചിച്ച് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. ആ വ്യക്തി പിന്നീട് ഇതൊരു നീണ്ട പഠന വിഷയമാക്കി മാറ്റുകയും ശേഷം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ലെപ്രസി രോഗികൾക്ക് അല്ലെങ്കിൽ കുഷ്ഠരോഗം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ലോകത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നത് അത് പെയിനാണ്, വേദനയാണ്. അദ്ദേഹം ഒരു പുസ്തകത്തിന് എഴുതുന്നുണ്ട്, ഗിഫ്റ്റ് ഓഫ് പെയിൻ എന്ന പേര്.
അത്തരത്തിൽ അതേ വീണ്ടും കൂട്ടിച്ചേർക്കുന്ന ഒരു വാദമുണ്ട്, ദൈവം മാനവരാശിക്ക് നൽകിയതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം, ഗിഫ്റ്റ് എന്നത് അത് വേദനയാണെന്നുള്ളതാണ്. സത്യം വേദന ഇല്ലാത്തൊരു ലോകം എന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല പലപ്പോഴും. കാരണം നമ്മുടെ ശരീരം ശാരീരികമായി മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരീരം നമുക്ക് നൽകുന്ന ചില സിഗ്നലുകളാണ് യഥാർത്ഥത്തിൽ വേദന എന്നുള്ളത്. നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ശരീരത്തിലെ ചില സ്പന്ദനങ്ങൾ നമ്മളെ അറിയിക്കാനുള്ള ഒരു സംവേദന ഭാഷയായിക്കൊണ്ടാണ് പലപ്പോഴും വേദനയെ നമുക്ക് കാണാൻ സാധിക്കുക. വേദന 3 രൂപത്തിൽ തിരിച്ചറിയുന്ന ആളുകളുണ്ട്. ഒന്ന്, വേദന വരുമ്പോൾ തന്നെ അതൊരു സിഗ്നലായി നോക്കിക്കാണും. ശേഷം രണ്ടാമതായിക്കൊണ്ട് അതിനെ കാരാത്ത് നമ്മൾ പഠിക്കും. മൂന്നാമതായിക്കൊണ്ടാണ് അതിനുള്ള പ്രതികരണം നമ്മൾ രേഖപ്പെടുത്തുക. ഈ പ്രതികരണം രേഖപ്പെടുത്തുന്ന സമയത്താണ് നമുക്കൊക്കെ പലപ്പോഴും തെറ്റ് സംഭവിച്ചു പോകുന്നത്. വളരെ പോസിറ്റീവായി കാണുന്ന, സന്തോഷത്തോട് നോക്കി കാണുന്ന ആളുകൾ ഉണ്ടാവും. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം നശിച്ചു, ഇനി എനിക്ക് ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ വേദന എങ്ങനെയാണ് നമുക്കൊക്കെ അനുഗ്രഹമായി മാറുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. ഒന്നാമതായിക്കൊണ്ട് ഒരു വേദനയോ പ്രയാസമോ ശാരീരികമോ മാനസികമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലാവട്ടെ, അത് എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ, എത്ര ആഴത്തിലുള്ളതാവട്ടെ എത്ര പുറത്ത് മാത്രമുള്ളതാവട്ടെ, ഇതെല്ലാം നമുക്ക് നൽകുന്ന ചിന്തയിലെ ഒന്നാമത്തെ കാര്യം, വേദന യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഓർക്കാൻ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു പ്രയാസം ഇല്ലാത്തിടത്തോളം കാലം നമ്മളെല്ലാവരും പലപ്പോഴും സ്വാർത്ഥന്മാരായി പോകുന്നൊരു യാഥാർത്ഥ്യം നമ്മൾ കാണുന്നുണ്ട്. ആലോചിച്ചു, നമ്മളെല്ലാവരും സന്തോഷകരമായ ഒരു ജീവിതം മാത്രം മുന്നോട്ട് പോവുകയാണെങ്കിൽ, നമുക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം, നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായി നടക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് എങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിപ്പോകുന്ന, താന്തോതികളായി മാറുന്ന, നമുക്ക് തോന്നുന്നത് എന്താണോ അത് മാത്രം ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും മനുഷ്യർ കാണാറുണ്ട്. എന്നാൽ ഒരു പ്രയാസം വരുമ്പോഴാണ് ഒന്ന് മാറി ചിന്തിക്കാൻ പലപ്പോഴും അവർക്ക് സാധിക്കുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും അഹങ്കാരത്തിന്റെ ഉത്തുംഗത്തിലേക്ക് എത്താനും മനുഷ്യന് സാധിക്കും. എല്ലാം മറന്നുകൊണ്ട് താനാണ് ഏറ്റവും വലിയ ചിന്തിക്കാൻ അവൻ സാധിക്കും. എന്നാൽ മറ്റൊരു ഇന്ദ്രിയങ്ങൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ വേദന നമുക്ക് നൽകുന്നുണ്ട്. ആലോചിച്ചു, മനുഷ്യനെ ഒരു കാര്യം ചിന്തിപ്പിക്കുന്നത് പല ഇന്ദ്രിയങ്ങളിലൂടെയാണ്. നമുക്കുള്ള പഞ്ചേന്ദ്രിയങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ണിലൂടെ കാഴ്ചയിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ കാണാറുണ്ട്. ആ കാഴ്ചയിലൂടെ കുറെ കാര്യങ്ങൾ അറിയാറുണ്ട്, അനുഭവിക്കാറുണ്ട്. ഇനി കേൾവിയിലൂടെ പല കാര്യങ്ങളും, ശ്വസിച്ച് മണത്തിലൂടെ മണത്തുകൊണ്ട് പല കാര്യങ്ങളും, തൊട്ടുകൊണ്ട് പല കാര്യങ്ങളും, ഇതെല്ലാം അറിയാറുണ്ട്. ഇതിൽ വേദന എന്ന അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹത്തിന് ഇല്ലാത്തൊരു പ്രത്യേകത ബാക്കി എല്ലാത്തിനുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, കണ്ണുകൊണ്ട് കാണുന്ന പല കാഴ്ചകൾക്കും നമ്മൾ നിരന്തരം കാണുമ്പോൾ നമുക്കതൊരു പ്രശ്നമല്ലാതെ നോർമലായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ഉദാഹരണം മാത്രം എടുക്കാം. ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ നമുക്ക് വലിയ പ്രയാസമായിരിക്കും ഉണ്ടാവുക. എന്നാൽ ആ അരമണിക്കൂറിന് ശേഷം നമുക്ക് പിന്നെ ഒരു പ്രശ്നമേ ആവില്ല. കാരണം നമ്മൾ ആ മണം എന്ന ആ ഒരു വികാരം നമുക്ക് നമ്മുടെ ശരീരവുമായി, നമ്മുടെ മണവുമായി അത് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു, അത് ഇണങ്ങിച്ചേർന്ന് കഴിഞ്ഞു. ഇനി കേൾവി എന്നത്, ഒരുപക്ഷെ റെയിൽവേ സ്റ്റേഷനടുത്ത് വീട്ടിലുള്ള ആളുകൾക്ക് അറിയാം. റെയിൽവേ സ്റ്റേഷനടുത്ത് വീട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അരോചകമായി തോന്നും. എന്നാൽ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് അതൊരു പ്രശ്നമേ ആയിരിക്കില്ല. കാരണം ആ കേൾവി എന്നത് അവരുടെ കേൾവിയുമായി ഇണങ്ങിച്ചേർന്ന് കഴിഞ്ഞു. എന്നാൽ വേദന അങ്ങനെയല്ല. നമുക്ക് ശാരീരികമായ ഒരു വേദന ഉണ്ടാവുകയാണെങ്കിൽ ആ വേദന കേവലം 1-2 ദിവസം കൊണ്ടോ നമുക്ക് നമ്മുടെ ശരീരവുമായി താതാത്മ്യം പ്രാപിക്കുന്ന, ഇണങ്ങിച്ചേരുന്ന ഒന്നല്ല. നിരന്തരം വേദന സംഹാരികളും പെയിൻ കില്ലറുമായി നമുക്ക് നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു വികാരമാണ് വേദന. അതുകൊണ്ട് തന്നെ നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ നമ്മളെ കാണിക്കുവാനും, നമ്മൾ കേൾക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ കേൾപ്പിക്കുവാനും, നമ്മൾ അറിയാത്ത ചില ലോകങ്ങളിലേക്ക് നമ്മുടെ അറിവിനെ വ്യാപിപ്പിക്കുവാനും വേദനകൾ നമ്മെ സഹായിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക ഫഅഖദ്നാഹും ബിൽബഅസാഇ വദ്ദറാഇ ലഅല്ലഹും യതദറഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രവാചകരെ, നിനക്ക് മുമ്പ് പല സമുദായങ്ങളിലേക്കും നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. പല പ്രവാചകന്മാരെയും നാം പല സമുദായങ്ങളിലേക്കും അയച്ചിട്ടുണ്ട്. ഫഅഖദ്നാഹും, നാം അവരെ പിടികൂടിയിട്ടുമുണ്ട്. ആലോചിക്കണം, പ്രവാചകന്മാരെ പിടികൂടിയിട്ടുണ്ടെന്ന് അള്ളാഹു പറയുന്നത്. പല പ്രവാചകന്മാർക്കും അള്ളാഹു പിടികൂടിയിട്ടുണ്ട്. അവർക്ക് കഷ്ടപ്പാടും ക്ലേശതകളും ദുരിതങ്ങളും ഒക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? ലഅല്ലഹും യതദറഊൻ, അവർ വിനയപ്പെടുവാൻ വേണ്ടി, അവർ അള്ളാഹുവിനെ കീഴൊതുങ്ങുവാൻ വേണ്ടി എന്നുള്ളതാണ്. എന്നാ മനുഷ്യരെന്ന നിലയ്ക്ക് പ്രവാചകന്മാർക്ക് വരെ അള്ളാഹു നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ അവർ വിനയപ്പെടുവാൻ വേണ്ടി അള്ളാഹു നൽകിയ ചില ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം അനുഗ്രഹങ്ങൾ നമ്മളിലേക്കും വരാം എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ബധിരന്മാരായ, ഒന്നും കേൾക്കാത്ത ആളുകൾക്ക് ചില കാര്യങ്ങളൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു മെഗാഫോണാണ് വേദന എന്ന് പലപ്പോഴും പറയാറുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കുവാൻ വേദനകൾ കാരണമാവുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സ്വഹാബിമാരെ ചരിത്രം ആലോചിച്ച് നോക്കുമ്പോൾ എത്രയധികം ത്യാഗങ്ങൾ അനുഭവിച്ച, യുദ്ധങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അടരാടിയിട്ടുള്ള സ്വഹാബിമാർ, സ്വന്തം കുടുംബമോ പിന്നെ ഭാര്യമാരോ ഉമ്മയോ മക്കളോ ഒന്നും നമുക്ക് വിഷയമാവാറില്ല. തൗഹീദാണ് ഏറ്റവും പ്രധാനം എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവൻ പണയം വെച്ചുകൊണ്ട് ത്യാഗം ചെയ്ത് എത്ര സ്വഹാബിമാരെ കാണാൻ കഴിയും. ഇനി സ്വഹാബിമാരിലേക്ക് ഒന്ന് പോണ്ട. ഈയിടെ മരണപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, അലി ബനാത്ത് റഹിമഹുല്ലാഹ്.
നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവുക ചരിത്രം. ഒരു വ്യക്തി ഓസ്ട്രേലിയയിൽ ജനിച്ചൊരു വ്യക്തിയായിരുന്നു അലി ബനാത്ത്. അദ്ദേഹം തന്റെ 33-ാമത്തെ വയസ്സായപ്പോൾ അതുവരെ വളരെ ധനികനായ ഒരു കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തി ആ ധനത്തിന്റെ ഒരു ആർഭാടം കൊണ്ട് തന്നെ ജീവിതത്തിലും ആ ആർഭാടം കാണിച്ചിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു പോഷ് ലൈഫായിരുന്നു. അദ്ദേഹത്തിന്റെ വാച്ചാവട്ടെ, കണ്ണടയാവട്ടെ, അദ്ദേഹത്തിന്റെ യാത്രകളുടെ ഫെറാറി കാറാവട്ടെ, ഇതെല്ലാം ആയിരക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹം ജീവിച്ചത്. തന്റെ 33-ാമത്തെ വയസ്സിലാണ് ഒരു ഡോക്ടർ അദ്ദേഹത്തോട് ചില ടെസ്റ്റുകൾ ചെയ്തതിനു ശേഷം പറയുന്നത്, താങ്കൾക്ക് ക്യാൻസർ ആണ് സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഇനി ഒരു 7 മാസം മാത്രമാണ് താങ്കളുടെ ആയുസ്. ഇത് കേട്ടതോടുകൂടി ആ യുവാവിന്റെ ജീവിതം ഒന്ന് മാറുകയാണ്. ആ വ്യക്തി നേരെ ആഫ്രിക്കയിലേക്ക് പോയി തന്റെ ജീവിതത്തിൽ ബാക്കിയുള്ള 7 മാസക്കാലം എങ്ങനെയെല്ലാം പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുമോ, ജീവിതത്തിൽ എങ്ങനെ ക്രിയാത്മകമാക്കാൻ പറ്റുമോ അതെല്ലാം തന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം. ഒരുപാട് സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ, പട്ടിണി പാവങ്ങൾക്കുള്ള ഒരുപാട് ഭക്ഷണ വിതരണങ്ങൾ, പള്ളി നിർമ്മാണം തുടങ്ങി ഒരുപാട് നല്ല കാര്യങ്ങളിൽ മുഴുകുകയാണ് വ്യക്തി. ശേഷം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെ എൻ്റെ റബ്ബ് എന്നോട് പറയുന്ന ചില ഉണർത്തലുകൾ ഉണ്ടായിരുന്നു. നീ മരണപ്പെടും കേട്ടോ, നീ എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാൻ കേട്ടോ എന്നെ റബ്ബ് എന്നോട് നിരന്തരം പറഞ്ഞിരുന്നു. എന്നാൽ അപ്പോഴൊന്നും ഞാൻ ചിന്തിച്ചില്ല. ശേഷം എൻ്റെ ഈ ഒരു 33-ാമത്തെ വയസ്സിൽ ഒരു കോട്ടും സൂട്ടും ഒക്കെ ഇട്ടൊരു ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ മാത്രമാണല്ലോ ഞാൻ എൻ്റെ മരണത്തെ പറ്റി ആലോചിച്ചത് എന്നോർത്ത് അദ്ദേഹം വ്യസനിക്കുന്നുണ്ട്. അദ്ദേഹം സങ്കടം പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരു ലോകോത്തര റെസ്ലിംഗ് ചാമ്പ്യനാണ് മുഹമ്മദ് അലി, കേട്ടിട്ടുണ്ടാവും പലപ്പോഴും. അദ്ദേഹത്തിന്റെ ചരിത്രം പറയാറുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഭയങ്കര പോസ്റ്റ് ലൈഫ് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. കുറച്ച് അഹങ്കാരിയായിരുന്നു അദ്ദേഹം. ഞാനാണ് ഈ ഭൂമിയിൽ ഏറ്റവും മഹാൻ എന്നൊക്കെ ചിന്തിച്ച് ഐ ആം ദ ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നാൽ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ അവസാന സമയത്തേക്ക് എത്തിയപ്പോൾ പാർക്കിൻസോൺസും അടക്കമുള്ള പല പ്രയാസങ്ങളും ഉണ്ടായി. ശരീരം തളർന്നു പോകുന്ന ഒരു സമയത്ത് അദ്ദേഹം ചിന്തിച്ചത്, അല്ല, എനിക്ക് ചില തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു, ഞാൻ ഒന്നുമല്ല, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം മാറി എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മനുഷ്യരായ നമുക്ക് എന്തെങ്കിലും ദുരിതങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം പിന്നിൽ നേരത്തെ ഓതി വെച്ച ആയത്തിന്റെ ബാക്കി ലഅല്ലഹും യതദറഊൻ, നമ്മൾ വിനയപ്പെടാൻ വേണ്ടി, നമുക്കൊരു പ്രയാസം ഉണ്ടാവുന്നത് നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ ഖേദിച്ച് മടങ്ങുവാൻ വേണ്ടിയാണ് എന്ന ചിന്തയാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. രണ്ടാമതായിക്കൊണ്ട് എന്തുകൊണ്ടാണ് അള്ളാഹു നമുക്ക് പ്രയാസങ്ങൾ തരുന്നത്, നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന എന്നതിന്റെ ഉത്തരം നമ്മൾ ചിന്തിക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, രക്ഷയുടെ വാതിൽ പലപ്പോഴും നമുക്ക് തുറക്കുവാൻ ഇത് കാരണമാകും എന്നുള്ളതാണ്. ഒരു പ്രയാസം നമുക്കുണ്ടെങ്കിൽ അതായിരിക്കാം ഒരുപക്ഷെ ഈ പ്രയാസത്തിൽ നിന്നും മാറിക്കൊണ്ട് ഇതിനുമപ്പുറമുള്ള വലിയൊരു രക്ഷയിലേക്ക് ഞാൻ കടക്കുന്നത് എന്ന പുതിയ അവസരങ്ങൾക്കുള്ള ഒരു വാതിലായിക്കൊണ്ട് ഒരു പ്രയാസത്തെ, ഒരു വേദനയെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, പല ബിസിനസ്സുകളും കച്ചവടങ്ങളും ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ. ആ കച്ചവടങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പരാജയപ്പെടുമ്പോൾ, അതിലൊരു നഷ്ടം നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇതല്ലാത്ത മറ്റൊരു കച്ചവടമുണ്ടോ, എനിക്ക് ഇടപെടാൻ കഴിയുന്ന മറ്റൊരു മേഖലയുണ്ടോ, എന്താണ് എനിക്ക് ഇതിൽ പറ്റിയ പിഴവുകൾ എന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് വേണ്ട എല്ലാ പരിഹാര മാർഗങ്ങളും അന്വേഷിച്ച് അതിലേക്ക് ഒരുങ്ങിയിറങ്ങണം നമ്മൾ. അപ്പോഴാണ് പലപ്പോഴും നമ്മൾ ആ നേരത്തെ ഉണ്ടായിരുന്ന കച്ചവടത്തിനേക്കാൾ ഏറെ ഇരട്ടി പ്രോഫിറ്റ് ലഭിക്കുന്ന, ലാഭം ലഭിക്കുന്ന മറ്റൊരു കച്ചവടത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ജോലി എന്ന് വിചാരിക്കാം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും ഇതിനേക്കാൾ മികച്ച ജോലി എന്താണ് എന്ന് അന്വേഷിച്ചിറങ്ങാനും അതിലേക്ക് എത്തുവാനും, ഒരുപക്ഷെ അതിലെ ഏറ്റവും വിജയത്തിലേക്ക് എത്തിയതിനു ശേഷം നമ്മൾ ആലോചിക്കും പലപ്പോഴും, അന്നൊരു നഷ്ടം സംഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയത് എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഇതുപോലെ ഒരു വേദനയുണ്ടോ അതിനുശേഷം വലിയൊരു ആശ്വാസവും ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹദീസുകൾ കാണാൻ സാധിക്കും, അജബൽ ലിഅംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം അത് വലിയ അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലു ലഹു ഖൈർ, അവന് എന്ത് കാര്യമുണ്ടെങ്കിലും അത് അവന് ഖൈറാണ്, അതവന് നന്മയാണ്. ഇൻ അസ്വബതുഹു സറാ, അവനൊരു നന്മയുണ്ടായി, ഒരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ശക്കറ, അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതവനൊരു നന്മയായി തീരും. ഇനി അവനൊരു സന്തോഷത്തിന് പകരം വൈൻ അസ്വബതുഹു ദർറാ, അവനൊരു പ്രയാസം ഉണ്ടായെങ്കിലോ സ്വബറ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് നന്മയായി തീരും. സന്തോഷമുണ്ടെങ്കിലും അള്ളാഹുവിനോട് നന്ദി കാണിച്ച് അള്ളാഹുലേക്ക് അടുക്കും, അതൊരു നന്മയാവും. ഇനി ഒരു സങ്കടമുണ്ടെങ്കിലോ അതിനും അള്ളാഹുവിനോട് ക്ഷമിച്ചുകൊണ്ട്, അള്ളാഹു എനിക്കിപ്പോൾ തന്ന ഈ ഒരു അനുഗ്രഹത്തിന്, ഈ ഒരു പരീക്ഷണത്തിന് ഞാൻ ക്ഷമ കാണിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുവാനും അവന് കഴിയും, അതും അവനൊരു നന്മയായി തീരുമെന്നുള്ളതാണ്. സാധാരണ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് ഭൂമിയെ നോക്കിക്കാണേണ്ടത്, അവന്റെ ഇഹലോകത്തെ നോക്കിക്കാണേണ്ടത്. വേറെ ഹദീസ് കാണാൻ സാധിക്കും, മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ മിൻ മറദൻ ഫമാ സിവാ ഇല്ലാ കഫറല്ലാഹു ബിഹി ഖതായാ. ഒരു സത്യവിശ്വാസിക്ക്, ഒരു മുസ്ലിമിന് യുസീബുഹു അദൻ, അവനൊരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ, മിൻ മറദിൻ ഫമാ സിവാ, ഒരു രോഗമുണ്ടായി അല്ലെങ്കിൽ അതിനും അപ്പുറമുള്ള എന്തോ അവൻ സംഭവിച്ചു കഴിഞ്ഞു എങ്കിൽ ഇല്ലാ കഫറല്ലാഹു ബിഹി ഖതായാ, അതൊരിക്കലും ഉണ്ടാവുകയില്ല അള്ളാഹു അവന് അവന്റെ ഒരു പാപം പുറത്തു കൊടുത്താലല്ലാതെ.
അവന് ആ ഉണ്ടായ സംഭവത്തിൽ ഉണ്ടായ പ്രയാസത്തിലൂടെ അള്ളാഹു ഒരു പാപം പുറത്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്ത് പ്രയാസം ഒരു വ്യക്തിക്കുണ്ടെങ്കിലും, ഒരു ചെറിയ തലവേദനയാണെങ്കിൽ പോലും അതിൽ ക്ഷമിക്കുകയാണെങ്കിൽ അതിലൂടെ അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോൾ ഈ ഹദീസിന്റെ പല ലഫ്ലുകളും കാണാൻ സാധിക്കും. ഇത് ഒരു പ്രയാസം എന്നതിനപ്പുറം ഒരു വിഷമമാവട്ടെ, ദുഃഖമാവട്ടെ, ഒരു ഉപദ്രവമാവട്ടെ, എന്തെങ്കിലും ഒരു ചെറിയ ഞെരുക്കമാവട്ടെ, അവന്റെ മനസ്സിനെ ബാധിക്കുന്ന ഒരു വിഷയമാവട്ടെ, ഇതെന്തുണ്ടെങ്കിലും അത് അവന് ഒരു തിന്മ പുറത്തു കൊടുക്കാനുള്ള കാരണമായി മാറുമെന്നുള്ളതാണ്. വേറെ ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു മുള്ളേറ്റാൽ അത് മൂലമുണ്ടാകുന്ന വേദനയാവട്ടെ, ചെറിയൊരു മുള്ളനെ കൊണ്ടുകഴിഞ്ഞാലേ ചെറിയ വേദന ഉണ്ടാവും നമുക്കൊക്കെ, ആ വേദന പോലും അവന്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാവുമെന്നാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക്, ഇങ്ങനെ അവന്റെ ചിന്താഗതികളെ മാറ്റുന്ന ഒരു മുസ്ലിമിന് മറ്റെന്താണ് പേടിക്കാനുള്ളത്? ജീവിതത്തിൽ എന്ത് പ്രയാസം വേണമെങ്കിലും വന്നോട്ടെ, ആ പ്രയാസം വരാൻ വേണ്ടി എല്ലാം ചെയ്യണമെന്നല്ല പറഞ്ഞത്. അതിനുവേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി അള്ളാഹുവിൽ തവക്കുലാക്കിയ ഒരു മുസ്ലിമിന് അവൻ മറ്റെന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ഒന്നും പേടിക്കാനില്ല എന്നുള്ളതാണ്. മൂന്നാമതായിക്കൊണ്ട് നമ്മുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഒക്കെ ഇത്തരം വേദനകൾ കാരണമാവാറുണ്ടെന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ പലപ്പോഴും നമ്മളിലേക്ക് തന്നെ ആലോചിക്കുക. നമ്മളിലേക്ക് തന്നെ ഒരു ചെറിയ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവാൻ ചില കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്നും എഡിറ്റ് ചെയ്യാനുണ്ട്, ചിലതൊക്കെ കൂട്ടിച്ചേർക്കാനുണ്ട്, ചിലതൊക്കെ ഒഴിവാക്കാനുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സ്വാർത്ഥത കൈവെടിഞ്ഞുകൊണ്ട് നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നത് പലപ്പോഴും ചില പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദന നമ്മളെ ബാധിക്കുമ്പോഴായിരിക്കും. ആലോചിച്ചു, വിശപ്പ് എന്ന വികാരമാണ് മനുഷ്യന്റെ പുരോഗതിക്കുള്ള അടിസ്ഥാന കാരണം എന്ന് പലപ്പോഴും പറയാറുണ്ട്. വിശപ്പ് എന്നുള്ളൊരു പ്രയാസം നമുക്ക് ഉണ്ടായതുകൊണ്ടാണ് ഈ പ്രയാസത്തെ എങ്ങനെ തരണം ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ട് മനുഷ്യൻ പുരോഗതിയുടെ ഏറ്റവും ഉത്തുംഗതയിലേക്ക് ഇപ്പോൾ എത്തിയതെന്ന് പറയാറുണ്ട്. ഇങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ ഏറ്റവും നന്നായി അതിനെ മാനേജ് ചെയ്യാൻ നമുക്കറിയാം. പ്രയാസങ്ങൾ ഇല്ലാത്ത ഒരു ലോകത്ത് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലേ? ഒരു സ്ട്രൈറ്റ് റോഡിലൂടെ നന്നായി വണ്ടി ഓടിച്ച് പോകുന്ന ഡ്രൈവറെയാണോ, അതോ വളവും തിരിവുമുള്ള റോഡിലൂടെ അല്ലെങ്കിൽ കയറ്റവും ഇറക്കമുള്ള സ്ഥലത്തൂടെ പോകുന്ന ഒരു ഡ്രൈവറെയാണോ നമ്മൾ നല്ല ഡ്രൈവർ എന്ന് പറയാനുള്ളത്? അത് തിരിച്ചാണ്, അല്ലേ? നമുക്കറിയാം, ജീവിതം എന്നാൽ അതിൽ പ്രയാസം ഉണ്ടാവും എന്നത് തീർച്ചയാണ്, ഒരു സംശയവും വേണ്ട, അതൊരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് നിരന്തരം പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. ആ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ ക്ഷമിക്കുക എന്നതും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നതും നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ ജീവിതം വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കണം. കുഞ്ഞുങ്ങളുടെ ജനനത്തെ പറ്റി പോലും പറയുന്നുണ്ട്, സിസേറിയനിലൂടെ ജനിക്കുന്ന മക്കൾ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ജനിക്കുന്ന മക്കൾ, ഇത് രണ്ടിനും വ്യത്യാസമുണ്ട്. പുതിയ പഠനങ്ങൾ പറയുന്നത് സിസേറിയനിലൂടെ ജനിക്കുന്ന മക്കൾക്ക് നോർമൽ ഡെലിവറി ജനിക്കുന്ന മക്കളെക്കാൾ പ്രതിരോധ ശേഷി കുറവായിരിക്കുന്നതാണ്. കാരണം നോർമൽ ഡെലിവറിയിൽ ജനിക്കുമ്പോൾ ഉമ്മയുടെ ഗർഭപാത്രത്തിലൂടെ കുറച്ച് പ്രയാസപ്പെട്ട് വേണം കുട്ടി വരാൻ. അവിടെയുള്ള ബാക്ടീരിയകളാവട്ടെ ഇതുമായിട്ടൊക്കെ കുട്ടികൾക്ക് നല്ല ബന്ധമുണ്ടാവും. അവർ നേരത്തെ തന്നെ പ്രതിരോധ ശേഷി ആർജിച്ചെടുക്കുന്നത് കാരണമാവെന്ന് പറയുന്നുണ്ട്. എന്നാൽ സിസേറിയൻ ജനിക്കുന്ന കുട്ടി അങ്ങനെയല്ല. നമ്മുടെ കുട്ടികൾ ജനിക്കുന്നത് മുതൽ ഈ വിഷയം നമുക്ക് പ്രാവർത്തികമായി കാണാൻ കഴിയും. ഈ രൂപത്തിൽ നോക്കിക്കാണുകയാണെങ്കിൽ വേദന എന്നത് ഒരു പരീക്ഷണമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്വഹാബിമാരുടെയും പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ എന്ത് പരീക്ഷണം ഉണ്ടായാലും അവരതിനെ ക്ഷമിച്ചുകൊണ്ട് സ്വബർ കാണിച്ചുകൊണ്ട് അതിനെ നന്ദി കാണിച്ചതുകൊണ്ടാണ് അവർക്ക് ആ വേദന പോലും വിജയത്തിലേക്കുള്ള ഒരു പാലമായിക്കൊണ്ട് മാറുന്നത്. കാണിച്ചോക്കണം, പ്രവാചകന്മാർ കാണിച്ച ആ ക്ഷമയിലൂടെ അവർക്ക് ലഭിക്കുന്നത് കണക്കില്ലാത്ത പ്രതിഫലമാണ് എന്ന് അല്ലാഹു പറയുന്നത്. ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുന്ന പ്രവാചകങ്ങൾ പറയുന്നുണ്ട്. കാണിച്ചുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന, ജീവിതത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ വേദന ഏതാണെന്ന് ചോദിച്ച ഉത്തരം എന്താ പറയാ? പലപ്പോഴും ആർത്തവ വേദന ആയിരിക്കും ചിലർക്കൊക്കെ, ചിലർ പ്രസവ വേദനയാണ്. എന്നാൽ ഇതിലുമൊക്കെ അപ്പുറം മരണം എന്ന ഒരു യാഥാർത്ഥ്യമാണ്, മരിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദനയാണ് നമുക്കൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വേദന എന്നുള്ളത്. പ്രവാചകൻ സുലാസം പോലും അനുഭവിച്ചിട്ടുള്ള വേദനയാണത്, ആ മരണത്തിന്റെ വല്ലാത്ത വേദന. ആ വേദന നമ്മൾ എല്ലാവരും അനുഭവിക്കാനുള്ളതാണ്. ആ വേദനയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസമുണ്ട്. സഹോദരങ്ങളെ, ഈ മരണത്തിന് ശേഷമാണ് നാളെ സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നത് എന്ന ചിന്തയുണ്ടെങ്കിൽ മരിക്കുന്ന ആ വേദന പോലും നമുക്ക് സന്തോഷമായി മാറില്ലേ? ഒരു സ്ട്രോക്ക് ബാധിച്ച ആ വ്യക്തി ഒരു 10 വർഷം സ്ട്രോക്ക് ബാധിച്ച് കിടക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കിടന്ന 10 വർഷമായിരിക്കാം ശേഷം ജീവിച്ച 40 വർഷത്തേക്കാൾ ആ വ്യക്തിക്ക് ഏറ്റവും അനുഗ്രഹപൂർണമായി മാറിത്തീരുക. ഒരുപക്ഷെ ആ വ്യക്തി മാത്രമായിരിക്കില്ല, ആ വ്യക്തിയെ പരിചരിക്കുന്ന, ശുശ്രൂഷിക്കുന്ന കൂടെയുള്ള കൂടപ്പിറപ്പുകൾ, അവർക്കും അതിലൂടെ പുണ്യങ്ങൾ നേടാനുള്ള അവസരമാണ്. ആ രോഗിയെ സന്ദർശിക്കാൻ വരുന്ന ആളുകൾ, അവർക്കും ഈ രോഗി കാരണം ഒരുപാട് പുണ്യങ്ങൾ നേടാൻ സാധിക്കുകയാണ്. എത്രത്തോളം നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ മാമ്പഴം, ഒരു മാവിൽ മാമ്പഴം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മാമ്പഴം ഒരു അണ്ണ കുത്തി പോയി എന്ന് പലപ്പോഴും സങ്കടപ്പെടുന്ന ആളുകൾ നമ്മുടെ ഈ കൂട്ടത്തിൽ നിസ്സാരമായിരിക്കാം. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ആ അണ്ണാൻ കുത്തി പോകുന്ന ആ മാമ്പഴത്തിന് പോലും നമുക്ക് നാളെ പ്രതിഫലമുണ്ട് എന്ന ചിന്തയുണ്ടെങ്കിൽ, അതൊരു പക്ഷേ നമ്മൾ തൊട്ട അയൽവാസിയുടെ വീട്ടിലുള്ള മാമ്പഴമാണ് കളിച്ചു പോകുന്നെങ്കിൽ ആ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നിടത്ത്
സ്ഥലത്താണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ വ്യതിരിക്തമാവേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗമാണ്. ഇവിടെ ഈ ഭൂമിയിൽ ലഭിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങളാവട്ടെ, ബുദ്ധിമുട്ടുകളാവട്ടെ, ക്ലേശങ്ങളാവട്ടെ, ഇതിനെല്ലാം നാളെ അള്ളാഹു പരലോകത്ത് നമുക്ക് മറുത്ത് ഒരുപാട് വലിയ നേട്ടങ്ങൾ നമുക്ക് നൽകും എന്ന ചിന്തയോടുകൂടി നമുക്ക് ലഭിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും ക്ഷമയോടുകൂടി സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്നും ആ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിൽ പരിതപിച്ചുകൊണ്ട് അതിൽ പ്രയാസപ്പെട്ട് മാറി നിൽക്കുകയല്ല, മറിച്ച് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അതിൽ പൂർണ്ണമായും ക്ഷമിച്ച് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മാറി നിൽക്കാനാണ് നമുക്ക് ചിന്തിക്കേണ്ടത് എന്ന ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. പ്രവാചകന്മാരുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് നീണ്ട ഒരുപാട് വർഷങ്ങൾ രോഗിയായിക്കൊണ്ട് കിടക്കുകയും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി നാടിൻ്റെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി ഇടുകയും തൻ്റെ ഭാര്യ മാത്രം കൂടെ ഉണ്ടായിരുന്നൊരു സാഹചര്യം കടന്നു പോയിട്ടുണ്ട്. നീണ്ട വർഷക്കാലം രോഗിയായി മാറുന്നൊരവസ്ഥ, തൻ്റെ ശരീരത്തിലൂടെ പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ കാരണം ആരും അടുത്തേക്ക് വരാത്തൊരവസ്ഥ, ഇതൊക്കെ പ്രവാചകന്മാർക്ക് കഴിഞ്ഞുകൊണ്ടുള്ള സാഹചര്യമാണ്. ഇത് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നികുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഒരു സാഹചര്യം, മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം യൂനുസ് നബിക്ക് ഉണ്ടായത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രവാചകന്മാർ നമ്മളെക്കാൾ ഏറെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന വേദന അതൊന്നുമല്ല എന്ന ചിന്ത നമുക്കുണ്ടാവണം. ഇതൊക്കെ ഒരുപക്ഷെ നാളെ നമുക്ക് പരലോകത്ത് വലിയ നേട്ടങ്ങൾ നേടാനുള്ള ഒരു കാരണമാകാൻ സാധ്യതയുണ്ട് എന്ന ചിന്തയായിരിക്കും നമുക്ക് ഉണ്ടാവേണ്ടത്. എന്നാൽ ഇതിനർത്ഥം വേദനയെ നമ്മൾ ആഗ്രഹിക്കണമെന്നല്ല. ഒരിക്കലും വേദനയെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. വേദന ഇല്ലാതിരിക്കാൻ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് ഉണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഒരു പ്രാർത്ഥന പ്രവാചകൻ ശാസ്ത്രം പറഞ്ഞിരുന്നുണ്ട്. ഒരു സ്വഹാബി ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് മുതൽ അദ്ദേഹത്തിന് ഒരു പ്രയാസം അനുഭവപ്പെടുകയാണ്. ശരീരത്തിലൊരു ഭാഗത്ത് വേദന അനുഭവപ്പെടുകയാണ്. അദ്ദേഹം നേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പോവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. വേദനയുള്ള ഭാഗം എവിടെയാണോ, എൻ്റെ ശരീരത്തിൽ എവിടെയാണോ വേദനയുള്ളത് ആ ഭാഗത്ത് എൻ്റെ കൈ വെക്കുക. ശേഷം 3 തവണ ബിസ്മില്ലാ 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 എന്ന് പറയുക. ശേഷം ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. ഈ പ്രാർത്ഥന നീ 7 തവണ ചൊല്ലുക. അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ മുഴുവൻ ശക്തികളെ കൊണ്ടും ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയിൽ നിന്ന് രക്ഷ നേടാൻ, ഈ പേടിയിൽ നിന്ന് രക്ഷ നേടാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഈ പ്രാർത്ഥന ആദ്യം ബിസ്മില്ല എന്ന് 3 തവണ ചൊല്ലുകയും ഈ പ്രാർത്ഥന 7 തവണ ചൊല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. ഈ സ്വഹാബി പറയുന്നുണ്ട്, ഞാൻ അപ്രകാരം ചെയ്തു, അതിനുശേഷം എനിക്ക് പിന്നീട് ആ വേദന വന്നിട്ടേയില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും അതിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും അതിനെയൊക്കെ വളരെ പോസിറ്റീവായി നോക്കിക്കാണുവാനും സ്വർഗം എന്ന ആ ലക്ഷ്യം മുന്നിൽ കണ്ട് ജീവിതം അതിനനുസരിച്ച് ക്രമീകരിക്കുവാനും അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, റജബ് മാസത്തിലാണ് നാം ഏവരുള്ളത്. റജബ് മാസം എന്നാൽ അള്ളാഹു പവിത്രമാക്കപ്പെട്ട മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാസമാണ്. പക്ഷേ ഈ റജബ് മാസത്തിൽ പോലും അള്ളാഹു പറഞ്ഞിട്ടില്ലാത്ത, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ലാത്ത ചില പ്രാധാന്യങ്ങൾ അതിന് നൽകിക്കൊണ്ട്, ഈ റജബ് എന്നാൽ അതിൻ്റെ റ ജ ബ എന്ന വാക്കുകൾ അക്ഷരങ്ങൾക്ക് പോലും അതിന് ശ്രേഷ്ഠതകളുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഇല്ലാത്ത കള്ള ഹദീസുകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ പോരിശ ഉണ്ടാക്കിയെടുക്കുന്ന, അതിൽ ഒരുപാട് നോമ്പുകളുണ്ട്, പ്രത്യേകമാക്കപ്പെട്ട നമസ്കാരങ്ങളുണ്ട്, പ്രത്യേക ദിക്റുകളുണ്ട് എന്നെല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ചും വാട്സപ്പിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ റജബ് മാസത്തിൽ അത് പവിത്രമാക്കപ്പെട്ട മാസമാണ് എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അതിൽ പ്രത്യേകമായ നമസ്കാരമോ നോമ്പോ ദിക്റുകളോ ഒന്നും തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായി പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ലാത്തൊരു ദിക്ർ ചൊല്ലുക എന്നത് ബിദ്അത്താണ്. ആ ബിദ്അത്തുകളെല്ലാം നാളെ നരകത്തിലേക്കാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ചിന്തിക്കുക, ഇതുമെന്താ നല്ലതല്ലേ, നല്ലൊരു കാര്യമല്ലേ പറയുന്നത്, നിങ്ങൾ നന്മ മുടക്കികളായി മാറുകയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ടത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് പാലിക്കാലോ, എല്ലാവർക്കും നന്മ കിട്ടില്ലേ.
പക്ഷെ വീണ്ടും ഇത് തെറ്റാണെന്ന് പറയാനുള്ള കാരണം അത് സ്വഹീഹായ ഹദീസുകളിൽ വന്നതല്ല, അത് ഇല്ലാത്ത പ്രമാണമാണ്. പ്രമാണങ്ങൾ നിഷേധിക്കുന്ന രൂപമാണ് അതിലേക്ക് എത്തുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഉള്ള നന്മകൾ കൃത്യമായി പാലിക്കുവാനും പ്രവാചകനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ എവിടെയാണോ പറഞ്ഞത് അത് യാതൊരു കൂട്ടിച്ചേർക്കലുകളോ യാതൊരു കുറയ്ക്കലുകളോ ഇല്ലാതെ അതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ എല്ലാ പരീക്ഷണങ്ങളെയും അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് ക്ഷമയോടുകൂടി നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു റസൂലിന് പഠിപ്പിച്ച കാര്യങ്ങളിൽ അടിയുറച്ചു നിൽക്കാനുള്ള ശ്രദ്ധ നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ, അവരുടെ എല്ലാം ഖബറിടം അള്ളാഹു വിശാലമാക്കി നമ്മളെയും അവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم زرنا من النار. اللهم زرنا من النار. اللهم زرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المسلمين والحمد لله رب العالمين.